നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നു. കാട്ടാനകൾ രാത്രികാലത്ത് റോഡിലേക്ക് ഇറങ്ങുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. വേനൽ കനക്കുന്നതോടെ കാട്ടാന ശല്യം വർദ്ധിക്കുകയെന്ന ആശങ്കയും ഉയരുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റക്കാർ വീണ്ടും മേഖലയിൽ സജീവമാക്കാൻ ശ്രമിക്കുന്നതായി പരാതി. മുമ്പ് കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്ത് സീൽ ചെയ്ത ഗേറ്റ് തകർത്തു. അന്വേഷണം നടത്തണമെന്ന പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള. ഇടുക്കിയിൽ സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കുവാനായി മുള്ളൻ പന്നിയുടെ ഇറച്ചിക്കൊപ്പം മുള്ളും സൂക്ഷിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഇടുക്കി നെടുങ്കണ്ടം കുഴിപ്പെട്ടിയിലെ ഏലത്തോട്ടത്തിൽ ജോലി നോക്കുന്ന ബീഹാർ സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. പൊതുവിപണിയിൽ ഇറച്ചിക്കോഴി വില കുതിക്കുന്നു. 160-നടുത്താണ് ഒട്ടുമിക്കയിടങ്ങളിലും ഇറച്ചിക്കോഴിയുടെ വിൽപ്പന വില. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇറച്ചിക്കോഴിയുടെ ആവശ്യകത വർദ്ധിച്ചതോടെയാണ് വിപണിയിൽ കോഴിവില കുതിച്ചുയർന്നത്. വിശദമായ വാർത്തകളിലേക്ക്. വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നു. കാട്ടാനകൾ രാത്രികാലത്ത് റോഡിലേക്ക് ഇറങ്ങുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. വേനൽ കനക്കുന്നതോടെ കാട്ടാന ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക വാഹനയാത്രികർക്കുണ്ട്. കഴിഞ്ഞ വർഷവും സമാന സാഹചര്യം രൂപം കൊണ്ടിരുന്നു. മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ഇതുപോലെ തന്നെ കാട്ടാനകൾ റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനകൾ ഗതാഗത തടസ്സം തീർത്തു. കന്നിമല ഭാഗത്തായിരുന്നു കാട്ടാനകൾ റോഡിലിറങ്ങിയത്. RRT സംഘം എത്തി കാട്ടാനകളെ പിന്നീട് പ്രദേശത്തു നിന്നും തുരത്തി. ഒന്നിലധികം കാട്ടാനകൾ ഒരുമിച്ചായിരുന്നു റോഡിലേക്ക് എത്തിയത്. കാട്ടാനകൾ റോഡിലേക്ക് എത്തിയെങ്കിലും മറ്റ് പരാക്രമങ്ങൾക്ക് മുതിരാതിരുന്നത് ആശ്വാസമായി. വേനൽ കനക്കുന്നതോടെ കാട്ടാന ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക വാഹനയാത്രികർക്കുണ്ട്. കഴിഞ്ഞ വർഷവും സമാന സാഹചര്യം രൂപം കൊണ്ടിരുന്നു. മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ വർഷം നിരവധി തവണ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റക്കാർ വീണ്ടും മേഖലയിൽ സജീവമാക്കാൻ ശ്രമിക്കുന്നതായി പരാതി. മുമ്പ് കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്ത് സീൽ ചെയ്ത ഗേറ്റ് തകർത്തു. കയ്യേറ്റക്കാർ തകർത്തതാണോ എന്ന സംശയമുണ്ടെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചൊക്രമുടി മലനിര വ്യാപകമായി കയ്യേറുകയും നീലക്കുറിഞ്ഞികളടക്കം പിഴുതെറിഞ്ഞ നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ചെയ്തത് വിവാദമായതോടെ സർക്കാർ ഇടപെടുകയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും കയ്യേറ്റ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന റിസോർട്ടുകൾ ഏറ്റെടുത്ത് സീലും ചെയ്തിരുന്നു. ഇവിടേക്കുള്ള വഴിയിലെ ഗേറ്റും റവന്യൂ വകുപ്പ് സീൽ ചെയ്താണ് മടങ്ങിയത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടതോടെയാണ് ഗേറ്റ് തകർത്ത ആളുകൾ അകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. ഇത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മേഖലയിൽ കയ്യേറ്റ മാഫിയ പിടിമുറുക്കുന്നതാണോ എന്ന സംശയമാണ് പ്രദേശവാസികളും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ചൊക്രമുടി കയ്യേറ്റം വിവാദമായതിനെ തുടർന്ന് സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയും അതിനുശേഷം ഇവിടെ ഗേറ്റ് സ്ഥാപിക്കുകയുണ്ടായി. താഴിട്ട് പൂട്ടിയതാണ്. ഇതിന് തിരുവനന്തപുരം നിന്നുള്ള വിജിലൻസിൻ്റെ ഉയർന്ന ഓഫീസേഴ്സ് വരെ അന്വേഷണം നടത്തിയിട്ടാണ് ഇവിടെ ഗേറ്റ് സ്ഥാപിച്ചത്. ട്രസ്പാസ് വീണ്ടും അവരിവിടെ സർക്കാരിൻ്റെ ശ്രദ്ധ ഈ ഭാഗത്തില്ല എന്ന ഒരു നിഗമനത്തിൽ അവർ കയ്യേറ്റം തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവികുളം സബ് കളക്ടറെ ഓഫീസ് ഇവിടുന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹവും ഈ കയ്യേറ്റം ഈ ഗേറ്റ് പൊളിച്ചതും ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷം ജില്ലാ കളക്ടർ അടക്കം ഇവിടെ സ്ഥലം സന്ദർശിച്ച് ഇവിടെ CCTV അടക്കം സ്ഥാപിക്കുകയോ ട്രസ്പാസ് തടയണം. കാരണം സീൽ ചെയ്ത ഗേറ്റ് തകർത്ത ആളുകൾ അകത്ത് കടന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി K. ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതേസമയം ചൊക്രമുടി മലമുകളിൽ ആദിവാസി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് നിർമ്മിച്ച തടയണ പൊളിച്ച് ജലമൊഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചൊക്രമുടിയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി മുമ്പോട്ടു പോകുമെന്ന നിലപാടിലാണ് ആദിവാസി ജനവിഭാഗമടക്കമുള്ളവർ. സിറ്റി വിഷൻ, ബൈസൺ മാലി.
ഇടുക്കിയിൽ സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കുവാനായി മുള്ളൻ പന്നിയുടെ ഇറച്ചിക്കൊപ്പം മുള്ളും സൂക്ഷിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഇടുക്കി നെടുങ്കണ്ടം കുഴിപ്പെട്ടിയിലെ ഏലത്തോട്ടത്തിൽ ജോലി നോക്കുന്ന ബീഹാർ സ്വദേശിയാണ് പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടയിൽ കുടുങ്ങിയത്. വനവകുപ്പിന് കൈമാറിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബീഹാർ ബെൽക്കാം മഞ്ചൂർ കോള സ്വദേശി സിലാസ് എംബാറാമിന് കുഴിപ്പട്ടിക്ക് സമീപം വാഹനമിടിച്ച് ചത്ത നിലയിൽ മുള്ളൻ പന്നിയെ കിട്ടുകയായിരുന്നു. ബീഹാറിൽ വേട്ടയാടുവാൻ സിലാസ് ഉൾപ്പെടുന്ന ഗോത്രവംശജർ സ്ഥിരമായി കാട്ടിൽ പോകാറുണ്ട്. അതിനാൽ തന്നെ കിട്ടിയ മുള്ളൻ പന്നിയെ താമസ സ്ഥലത്തെത്തിച്ച് പാകപ്പെടുത്തി. തുടർന്ന് കട്ടപ്പനയിലുള്ള സുഹൃത്തുക്കളെ ഇറച്ചി ലഭിച്ച വിവരമറിയിച്ചെങ്കിലും അവർ മുള്ളൻ പന്നിയുടെ ഇറച്ചിയാണെന്ന് വിശ്വസിച്ചില്ല. സുഹൃത്തുക്കൾക്കൊപ്പം ഇറച്ചി പാകം ചെയ്ത് കഴിക്കുവാനായി കട്ടപ്പനയ്ക്ക് ഇറച്ചിയും ചാക്കിലാക്കി പുറപ്പെട്ടതിനൊപ്പം സുഹൃത്തുക്കളുടെ വിശ്വസ്തത നേടിയെടുക്കുവാനായി മുള്ളൻ പന്നിയുടെ മുള്ളുകളും ഇറച്ചിക്കൊപ്പം സൂക്ഷിച്ചു. കട്ടപ്പനയിൽ പോലീസിന്റെ പ്രത്യേക പരിശോധന നടക്കുന്നതിനിടയിൽ ചാക്ക് ശ്രദ്ധയിൽപ്പെടുകയും ഇറച്ചി കണ്ടെത്തുകയുമായിരുന്നു. തുടർന്ന് വനംവകുപ്പ് കുമളി റേഞ്ച് ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇറച്ചിയും പ്രതിയെയും വനംവകുപ്പിന് കൈമാറി. 5 കിലോയോളം മുള്ളൻ പന്നിയുടെ ഇറച്ചിയും മുള്ളുകളും ഇറച്ചി പാകപ്പെടുത്തുവാൻ ഉപയോഗിച്ച വാക്കത്തി, കത്തി, ചാക്ക് എന്നിവയും വനംവകുപ്പ് പിന്നീട് നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തു. സീനിയർ ഫോറസ്റ്റ് ഓഫീസർ KV സുരേഷിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ ജോലിക്കായി എത്തുന്നവർക്ക് വന്യജീവി നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത വലുതാണെന്നും തൊഴിലുടമകൾ വന്യജീവി സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഇവർക്ക് അവബോധം നൽകണമെന്നും വനംവകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു. ഇതേസമയം വരും ദിവസങ്ങളിൽ ഇതര സംസ്ഥാനക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തുവാനും കുമളി റേഞ്ച് ഓഫീസർ സെക്ഷൻ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. പൊതുവിപണിയിൽ ഇറച്ചിക്കോഴി വില കുതിക്കുന്നു. 160-നടുത്താണ് ഒട്ടുമിക്ക ഇടങ്ങളിലും ഇറച്ചിക്കോഴിയുടെ വിൽപ്പന വില. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇറച്ചിക്കോഴിയുടെ ആവശ്യകത വർദ്ധിച്ചതോടെയാണ് വിപണിയിൽ കോഴിവില കുതിച്ചുയർന്നത്. താഴ്ന്നു നിന്നിരുന്ന ഇറച്ചിക്കോഴിയുടെ വില മേലോട്ട് കുതിക്കുകയാണ്. 160-നടുത്താണ് ഒട്ടുമിക്ക ഇടങ്ങളിലും ഇറച്ചിക്കോഴിയുടെ നിലവിലെ വിൽപ്പന വില. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിലാണ് ഇറച്ചിക്കോഴിയുടെ വിലയിൽ വർധനവുണ്ടായിട്ടുള്ളത്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇറച്ചിക്കോഴിയുടെ ആവശ്യകത വർദ്ധിച്ചതോടെയാണ് വിപണിയിൽ കോഴിവില കുതിച്ചുയർന്നത്. 2 ആഴ്ചക്കാലം കൊണ്ട് 30 രൂപയ്ക്ക് മുകളിൽ ഇറച്ചിക്കോഴിക്ക് വിപണിയിൽ വില വർധനവുണ്ടായി. വിലയിൽ ഇനിയും വർധനവുണ്ടാകാനുള്ള സാധ്യത വ്യാപാരികൾ തള്ളിക്കളയുന്നില്ല. നാളുകൾക്ക് മുമ്പ് സമാന രീതിയിൽ ഇറച്ചിക്കോഴിയുടെ വില കുതിച്ചുയരുകയും സാധാരണക്കാർക്കൊപ്പം ഹോട്ടൽ മേഖലയ്ക്കും വില വർധനവ് തിരിച്ചടിയായി തീരുകയും ചെയ്തിരുന്നു. പിന്നീട് വിലയിൽ കുറവ് സംഭവിച്ചു. അയൽ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയാണ് ഹൈറേഞ്ചിലേക്ക് ആവശ്യമായ ഇറച്ചിക്കോഴി വിൽപ്പനയ്ക്കെത്തുന്നത്. കോഴിത്തീറ്റയുടെ വില വർധനവടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് കർഷകർ പലരും ഇറച്ചിക്കോഴി വളർത്തലിൽ നിന്നും പിന്നോക്കം പോയിരുന്നു. കോഴിവില വീണ്ടും മേലോട്ടുയരുന്നത് സാധാരണക്കാർക്കും ഒപ്പം ഹോട്ടൽ മേഖലയ്ക്കും അധിക സാമ്പത്തിക ബാധ്യത വരുത്തും. സിറ്റി വിഷൻ അടിമാലി. ഇനി ശരണമന്ത്രം. ശബരിമലയിൽ പോലീസിന്റെ 5ാമത്തെ ബാച്ച് സ്പെഷ്യൽ ഓഫീസർ M കൃഷ്ണന്റെ നേതൃത്വത്തിൽ ചുമതലയേറ്റെടുത്തു. നിലവിൽ എറണാകുളം ക്രൈംബ്രാഞ്ച് SP ആണ് M കൃഷ്ണൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കി അവരെ സംതൃപ്തിയോടെ സന്നിധാനത്ത് നിന്ന് തിരികെ അയക്കുകയെന്നതാണ് ഡ്യൂട്ടിയിലുള്ള ഓരോരുത്തരുടെയും കടമയെന്നും ഡെപ്യൂട്ടി ഓഫീസർ പുതിയ ബാച്ചിനെ ഓർമ്മപ്പെടുത്തി. സന്നിധാനത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെപ്പറ്റിയും ഓരോയിടത്തും അയ്യപ്പന്മാർക്കൊരുക്കിയിട്ടുള്ള വിവിധ സൗകര്യങ്ങളെക്കുറിച്ചും ഓരോ പോലീസുകാരനും അറിവുണ്ടാകണം. അവരുടെ സംശയങ്ങൾ ക്ഷമയോടെ കേൾക്കാനും വ്യക്തമായ മറുപടി നൽകാനും കഴിയണമെന്ന് ഡ്യൂട്ടി ഓഫീസർ പറഞ്ഞു. ശബരിപീഠം, മരക്കോട്ടം, സോപാനം, 18-ാം പടി, നടപ്പന്തൽ, യൂട്ടേൺ, ശരംകുത്തി, കൊടിമരം, മാളികപ്പുറം, പാണ്ടിത്താവളം, KSEB എന്നിവയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി പോയിന്റുകൾ. 1 മിനിറ്റിൽ 70 അയ്യപ്പന്മാരെ 18-ാം പടി കടത്തിവിടണം. നടപ്പന്തലിൽ ഭക്തരുടെ നിര
ചലിപ്പിക്കാൻ വിവിധ ഡ്യൂട്ടി പോയിന്റുകൾ തമ്മിലുള്ള ഏകോപനം ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. ഭക്തരെ ഒരു കേന്ദ്രത്തിലും തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. പാണ്ടിത്താവളത്ത് ആനയിറങ്ങുന്ന പ്രദേശമായതിനാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടണം. ക്യൂ കോംപ്ലക്സിൽ ശൗചാലയ കേന്ദ്രങ്ങളിൽ കൃത്യമായ ദിശാസൂചിക ബോർഡുകൾ സ്ഥാപിച്ചുവെന്ന് ഉറപ്പാക്കണമെന്നും ഡ്യൂട്ടി ഓഫീസർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇരിക്കാൻ ഒരാളിനെ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇരിക്കും. നമ്മളവിടെ ഒരു 5 പേര് ഒരു ഫൈറ്റ് സെന്ററിയാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. പിന്നീട് ആ റിസ്ക് വരും. അപ്പൊ അവിടെ നിൽക്കുന്നവർ ആ ഫ്ലൈ ഓവറിൽ പ്രധാനമായിട്ടും ഭക്തന്മാർ വിരിവെക്കാനോ ഇരിക്കാനോ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. 10 DYSPമാരും 35 CIമാരും CPO, SI, ASI, SCPO എന്നിവരുൾപ്പെടുന്ന 1593 പേരാണ് പുതിയ ബാച്ചിലുള്ളത്. സിറ്റി വിഷൻ സന്നിധാനം. പോസ്റ്റ് കാർഡുകളും ഇല്ലന്റുകളും ഓർമ്മയായി മാറിയെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മാറുന്ന കാലത്തിലും ജനങ്ങളുടെ ആവശ്യമറിഞ്ഞ് ഒപ്പം നിൽക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന കൊറിയർ സംവിധാനവും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. മറ്റു കൊറിയർ കമ്പനികൾ ഈടാക്കുന്നതിൻ്റെ പകുതി പണമേ പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ അയക്കുമ്പോൾ ചിലവാകുന്നുള്ളൂ എന്ന പ്രത്യേകതയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൻ്റെ ഈ സേവനത്തിനുണ്ട്. ഒരു കാലത്ത് രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയബന്ധങ്ങൾ നിലനിർത്തിയിരുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റാണ്. എന്നാൽ ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ഇല്ലന്റും പോസ്റ്റ് കാർഡുകളും വിസ്മൃതിയിലേക്ക് മറഞ്ഞപ്പോൾ മറ്റു സേവനങ്ങൾ എത്തിച്ചു നൽകിയും മാതൃകയാവുകയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ അയക്കുവാനുള്ള സൗകര്യവും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി കൊറിയർ അയക്കുമ്പോൾ മറ്റു കൊറിയർ കമ്പനികളെ അപേക്ഷിച്ച് പകുതി പണമേ മുടക്കാവുന്നുള്ളൂ എന്നാണ് തപാൽ വകുപ്പ് വഴി കൊറിയർ അയച്ച അനുഭവ പാഠമുള്ളവരും പറയുന്നത്. സുഹൃത്ത് പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടു. പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം എന്ന നിലയിൽ അവർ ഇതിനൊരു ഫിക്സഡ് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ പിന്നീടാണ് അത് ബോധ്യപ്പെട്ടത്. എനിക്ക് നമുക്കറിയാം, ഇതിനകത്ത് കൃത്യമായിട്ടൊരു ചാർട്ടുണ്ട്. 500 ഗ്രാം വരെ ഉള്ളതിന് 42 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. പിന്നീട് വരുന്ന ഓരോ 1/2 കിലോയ്ക്കും 20 രൂപ വെച്ചുള്ള വർധനമാണ് വന്നിരിക്കുന്നത്. അതേസമയത്ത് അതേ സാധനം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം DTDC കൊറിയർ സർവീസിൽ കൊടുത്തു. DTDC കൊറിയർ സർവീസിൽ കൊടുത്തതിൻ്റെ റെസീറ്റാണിത്. അതേ സാധനം തന്നെ 300 ഗ്രാം സാധനം വെച്ചപ്പോൾ 80 രൂപ അവർ മിനിമം ചാർജായിട്ട് വാങ്ങിച്ചിരിക്കുന്നു. 500 ഗ്രാം തൂക്കമുള്ള പാഴ്സൽ അയക്കുന്നതിന് തപാൽ വകുപ്പ് ഈടാക്കുന്നത് 42 രൂപയാണ്. എന്നാൽ ഇതിന് മറ്റു കൊറിയർ സർവീസുകൾ ഈടാക്കുന്നത് 80 രൂപയാണെന്നും സ്ഥിരമായി തപാൽ വകുപ്പിന്റെ കൊറിയർ സർവീസിനെ ഉപയോഗപ്പെടുത്തുന്ന റെജി ഞള്ളാനി പറയുന്നു. പകുതിയോളം പണം ലാഭിക്കാമെന്നത് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും ഉത്തരവാദിത്തത്തോടെ ഈ സേവനം ലഭ്യമാക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. സിറ്റി വിഷൻ രാജാക്കാട്. ഇനി ചെറിയൊരിടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. ആ
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി കമ്പിളികണ്ടം ഓലിക്കൽ കളരി സംഘത്തിന്റെ 21ാം വാർഷികം നടന്നു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്ത വാർഷിക പരിപാടിയിൽ കളരി സംഘത്തിൽ പരിശീലനം നേടുന്നവരുടെ കളരിപ്പയറ്റും അവതരിപ്പിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രസാദ് വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ പ്രധാന ആയോധന കലാ പരിശീലന സംഘമായ വെള്ളിലാങ്കണ്ടം കളരി സംഘത്തിന്റെ കമ്പിളികണ്ടം ശാഖയുടെ 21ാം വാർഷികമാണ് ഓലിക്കൽ കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ കമ്പിളികണ്ടം കളരിത്തറയിൽ നടന്നത്. പ്രദേശത്തെ ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത വാർഷിക പരിപാടിയിൽ മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ KD മണിയൻ മുഖ്യാതിഥിയായിരുന്നു. കളരിയിലെ പ്രധാന പരിശീലകൻ ജഗദീഷ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ വാൾപ്പയറ്റ്, മെയ്പയറ്റ് തുടങ്ങിയ അഭ്യാസ പ്രകടനവും നടന്നു. സിറ്റി വിഷൻ കൊന്നത്തടി. ഇടുക്കി അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പിൽ ക്യാമ്പ് അംഗങ്ങൾക്കായി ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സ്വയം പ്രതിരോധ പരിശീലനവും പോക്സോ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ജില്ലാ പോലീസിലെ സ്വയം പ്രതിരോധ ഓഫീസർ പ്രദേശ് KG, സിവിൽ പോലീസ് ഓഫീസർ അഞ്ജു ഷാജി, ആതിരാമോൾ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. ബോധവൽക്കരണ സെക്ഷനിൽ പോക്സോ നിയമങ്ങളെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള വിവിധ വകുപ്പുകളെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. രാജാക്കാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ലയൺസ് കുടുംബ സദസ്സും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാജാക്കാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ലയൺസ് കുടുംബ സദസ്സും നടത്തി. ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് ജെയിൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. റീജിയൻ ചെയർമാൻ PV ബേബി മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ബ്രീസ് മുല്ലൂർ, ട്രഷറർ A ഹംസ, ബിന്ദു ജെയിംസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്, ബ്ലോക്ക് മെമ്പർ ബിബിൻ ചെറുതാനി, ജോഷി കന്യാക്കുഴി, സന്ധ്യ ബൈജു, TS സുർജിത്ത്, ബേബി മാത്യു, ജെയിംസ് തെങ്ങുംകൊടി, KP ജെയിൻ, OJ ബേബിച്ചൻ, PM രൺദീപ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ആകാശവിസ്മയവും സ്നേഹവിരുന്നും നടത്തി. സിറ്റി വിഷൻ രാജാക്കാട്. ഇടുക്കി 20 ഏക്കർ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യുവ 26 എന്ന പേരിൽ പുതുവത്സരത്തെ വരവേറ്റ് ന്യൂ ഇയർ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 31 വൈകിട്ട് ജനകീയ ലേലത്തോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടത്തപ്പെടും. കുടിയേറ്റക്കാല കൂട്ടായ്മയിലൂടെ നാടിന്റെ ഉത്സവമാക്കി ഇത്തവണത്തെ പുതുവത്സരത്തെ മാറ്റാനാണ് സംഘാടകരുടെ തീരുമാനം. പ്രിയമുള്ളവരെ, ഈ വരുന്ന 31-ാം തീയതി 20 ഏക്കർ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന യുവ 26 എന്ന ന്യൂ ഇയർ പ്രോഗ്രാമിലേക്ക് ഈ പ്രദേശത്തുള്ള നല്ലവരായ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 31-ാം തീയതി 4 മണി മുതൽ ആരംഭിക്കുന്ന ജനകീയ ലേലം, ന്യൂ ഇയർ ട്രീ, പ്രാദേശിക ഗാനമേള, DJ പ്രോഗ്രാം എന്നിവയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ
95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ, വെള്ളി ഗ്രാമിന് 258 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിക്കുന്നു. കാട്ടാനകൾ രാത്രികാലത്ത് റോഡിലേക്ക് ഇറങ്ങുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. വേനൽ കനക്കുന്നതോടെ കാട്ടാനശല്യം വർദ്ധിക്കുകയെന്ന ആശങ്കയും ഉയരുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റക്കാർ വീണ്ടും മേഖലയിൽ സജീവമാക്കാൻ ശ്രമിക്കുന്നതായി പരാതി. മുമ്പ് കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്ത് സീൽ ചെയ്ത ഗേറ്റ് തകർത്തു. അന്വേഷണം നടത്തണമെന്ന പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള. ഇടുക്കിയിൽ സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കുവാനായി മുള്ളൻ പന്നിയുടെ ഇറച്ചിക്കൊപ്പം മുള്ളും സൂക്ഷിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഇടുക്കി നെടുങ്കണ്ടം കുഴിപ്പെട്ടിയിലെ ഏലത്തോട്ടത്തിൽ ജോലി നോക്കുന്ന ബീഹാർ സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. പൊതുവിപണിയിൽ ഇറച്ചിക്കോഴി വില കുതിക്കുന്നു. 160-നടുത്താണ് ഒട്ടുമിക്കയിടങ്ങളിലും ഇറച്ചിക്കോഴിയുടെ വിൽപ്പന വില. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇറച്ചിക്കോഴിയുടെ ആവശ്യകത വർദ്ധിച്ചതോടെയാണ് വിപണിയിൽ കോഴിവില കുതിച്ചുയർന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.